നമസ്കാരം. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ ജോൺ എന്ന മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അതിൽ സംസാരിക്കേണ്ട ഒരു വിഷയം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. അവരുടെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതൊക്കെ മറ്റൊരു കാര്യം. സ്വന്തം അച്ഛനെ കാണാതായിട്ട് 8 ദിവസം കഴിഞ്ഞു. അതിൽ ആ മകൾക്കുള്ള വേദന എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വേദന പങ്കുവെക്കുന്ന രീതി അത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. സർക്കാരിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ്. മന്ത്രിമാരെയൊക്കെ അങ്ങ് അനാവശ്യം പറയുകയാണ്. മുഖ്യമന്ത്രിയെ പോലും അയാൾ 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 എന്ന് എടുത്തെടുത്ത് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ യുവതി സംസാരിച്ചത്. അവർക്കുള്ള വേദന അത് വേറൊരു കാര്യം. ആ വേദന ചിലപ്പോൾ രോഷമൊക്കെയായി മാറിയേക്കാം, ദേഷ്യമായി മാറിയേക്കാം. സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ അച്ഛനെ കിട്ടാത്തത് എന്ന ചിന്തയിലേക്കൊക്കെ അവരുടെ വേദന അവരെ നയിച്ചേക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്ന് ഫിഷറീസ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് ഏത് സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സാമ്പത്തികം നോക്കാതെയും സാഹചര്യം നോക്കാതെയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അത് ചെയ്ത ചരിത്രമേ ഇവിടെയുള്ളൂ. ഇങ്ങേയറ്റം ഒരു മലയിൽ കുടുങ്ങിയ ആളെ രക്ഷിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയും അനുവാദമില്ലാതെ തന്നിഷ്ടപ്രകാരം കാട്ടിൽ കയറി അവിടെ കുടുങ്ങിപ്പോയ ഒരാളെ ആണെങ്കിലും ഒക്കെ രക്ഷിക്കാൻ ശ്രമിച്ച് ഒരുപാട് ദിവസങ്ങളെടുത്ത് ഒരുപാട് പണം ചെലവാക്കി ഒരുപാട് സമയം ചെലവാക്കി അവരെയൊക്കെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് ഏത് സർക്കാരുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവന് അവർ കൊടുക്കുന്ന പ്രാധാന്യം വലുത് തന്നെയാണ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. പറയുമ്പോൾ ഒരു മനുഷ്യത്വം കൂടി വേണം. അവർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരും വിളിച്ചിട്ടില്ല, ഫിഷറീസ് മന്ത്രി വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും വിളിച്ചില്ല, അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ രാത്രി പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി ഒന്ന് വിളിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ആശ്വാസമല്ല വേണ്ടത്, നടപടിയാണ് വേണ്ടത്. നടപടി എന്ന് പറയാൻ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കടലിനോടാണ് കളിക്കേണ്ടത്. കാലാവസ്ഥയെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കുന്നില്ല. കടൽ പ്രക്ഷുബ്ധമായ അവസ്ഥയാണ്. ആ രക്ഷാപ്രവർത്തനമൊക്കെ പറ്റുന്ന രീതിയിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറം അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് ഫിഷറീസ് മന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്നില്ല, ഈ മന്ത്രിമാരാരും ശരിയല്ല, ഈ സർക്കാർ ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഒരു സംശയം ഉയരുന്നു. പിന്നെ ഈ പെൺകുട്ടിക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നു. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ജനങ്ങളും ഒരേ അഭിപ്രായത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ഈ കുട്ടിയുടെ ഒരു വേദന മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? ആ വേദനയേക്കാൾ ഉപരി ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ മുഴച്ചു നിന്നത് സർക്കാരിനോടുള്ള എന്തോ ഒരു അമർഷമാണ്. ഇവരല്ലായിരുന്നു മറ്റവരായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇവിടെ സാധിച്ചേനെ എന്നുള്ള ഒരു രീതി. വി ശിവൻകുട്ടിയൊക്കെ ഇവരുടെ അടുത്ത് ചെന്നിരുന്ന് ഫോണിൽ സംസാരിച്ചതും വിളിപ്പിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സാമാന്യം ബോധമുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം. ഈ ഗോവിന്ദൻ മാസ്റ്ററൊക്കെ എന്തിനാണ് ഇവരുടെ വീട്ടിൽ ചെന്നതും അതൊക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആകെ വ്യാപിപ്പിച്ചതും എന്നൊക്കെ നമുക്കറിയാം. എല്ലാം രാഷ്ട്രീയത്തിൻ്റെ കളിയാണ്, മുതലെടുപ്പാണ്. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഈ VD സതീശനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രഹസനം അധികം ഇല്ലാത്ത ആളാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പുറത്തു വരുന്ന വീഡിയോകളെല്ലാം ആരെങ്കിലും അവരുടെ മൊബൈൽ ക്യാമറകളിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറകളിലോ പകർത്തിയതാണ്. അവരൊന്നും ക്യാമറാമാനെ ആയിട്ട് പോകുന്നതല്ല. പക്ഷേ അങ്ങനെ പ്രഹസനം നടത്താത്തതിൻ്റെ പേരിൽ അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നത് അർജുന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ, മണ്ണിടിച്ചിലുണ്ടായി അവിടെ കുടുങ്ങിയ സമയത്ത്. അപ്പോൾ സർക്കാരെല്ലാം നല്ല ഉത്സാഹം കാണിച്ചല്ലോ, എല്ലാ മനുഷ്യരും ഉത്സാഹം കാണിച്ചല്ലോ, അപ്പോൾ കടലിൻ്റെ മക്കൾക്ക് ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. കടലിൻ്റെ മക്കൾ, കരയുടെ മക്കൾ, അങ്ങനെയൊക്കെ ആരാണ് വേർതിരിവ് കാണിച്ചത്? എപ്പോഴും മുൻഗണന കൊടുക്കുന്നതും പരിഗണന കൊടുക്കേണ്ടതും കടലിൻ്റെ മക്കൾക്ക് തന്നെയാണ്. കാരണം കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊരു പ്രശ്നം നാട്ടിലുണ്ടാകുമ്പോൾ, കരയിലുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം വന്ന് നിൽക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവരെ അങ്ങേയറ്റം ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, പരിഗണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വയം ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കരുത്. ഞങ്ങൾ എന്തോ താഴേക്കിടയിലുള്ള ആളുകളാണ് എന്ന ഒരു ചിന്ത വരികയേ ചെയ്യരുത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ തന്നെ എത്രയോ പേർ ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണലുകൾ, സയൻറ്റിസ്റ്റ് വരെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും കഴിവില്ലെന്നും അവർ താഴെത്തട്ടിലുള്ളവരാണെന്നുമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയും ശരിയല്ല. പക്ഷേ നമ്മുടെ വേദന
അത് ഒരു വേദന തന്നെയാണ്, അത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ വേദനയാണ് അമർഷമായിട്ട് മാറിയതെന്നും മനസ്സിലാക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ബോധം വേണം, എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. ഒരു കൂസലുമില്ലാതെ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇവിടെ ഒരു പ്രളയം വന്നപ്പോൾ കടലിൻ്റെ മക്കളെ വേണമായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങളെ വേണമായിരുന്നല്ലോ. ഓ, കടലിൻ്റെ തീരത്തോട്ടൊക്കെ ചെല്ലാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ സന്ദർഭം ഏതാണ്? കടൽ പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച്, കടലിനോട് അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ പോലും വേറൊരു രീതിയിൽ വരുത്തി തീർത്ത് കടലിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല, തീരദേശത്തോട്ടൊന്നും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ എന്തവസ്ഥയാണ് സാർ? വോട്ട് ചോദിച്ച് വരാൻ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ, അപ്പോൾ അവസ്ഥയൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങളുടെയൊക്കെ വോട്ട് ആവശ്യമായിരുന്നു അല്ലേ, അപ്പം ഞങ്ങളുടെ ജീവന് പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കുന്നു. വെറും അനാവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നി. ആളെ കണ്ടെത്തണം, അത് മറ്റൊരു കാര്യം. അദ്ദേഹം മാത്രമല്ല, മറ്റൊരു ജീവനെയും കൂടി കണ്ടെത്താനിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷയോടുകൂടി തിരച്ചിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവൻ അങ്ങ് പോകട്ടെ എന്ന് ആരെങ്കിലും കരുതുമോ? അത് ആരായിരുന്നാലും ഏത് ജീവനായിരുന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അങ്ങനെ ഒരു രീതിയിലേക്ക് വരുത്തി തീർക്കരുത്. ചില ആളുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ചില ആളുകളുടെ ജീവന് വിലയില്ല, അങ്ങനെ ഒരു വിഷയമാക്കി ഇതിനെ മാറ്റിയെടുക്കരുത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? കടലിൽ തിരമാലയിൽ പെട്ടുപോകുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനുള്ള നൂതന സംവിധാനങ്ങൾ ഇവിടെ വരണം. അതാണ് നമ്മുടെ പ്രധാന ആവശ്യം. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഒരു മഴയുണ്ടായാൽ അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായാൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഇനി വരണം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഫണ്ടുകൾ ഉണ്ടാകണം. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ വരണം എന്ന രീതിയിൽ നമുക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളായതുകൊണ്ടല്ലേ ഒന്നും ചെയ്യാത്തത് എന്ന രീതിയിൽ നിങ്ങളുടെ പരിഭവങ്ങളുടെ ഡിഗ്രി മാറരുത്. അതുമാത്രമല്ല, നമ്മളുടെ കാലാവസ്ഥാ പ്രവചനങ്ങളെയൊക്കെ പണ്ടൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ ഏറെക്കുറെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് വരുന്നത്. ഈ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഗ്രീൻ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പോലും കളിയാക്കുന്ന ആളുകളുണ്ട്, അതെന്താണെന്നറിയാത്ത ആളുകളുണ്ട്. റെഡ് അലേർട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിതീവ്ര മഴയാണ്. മഴയോടനുബന്ധിച്ചുള്ള ഏതൊരു ദുരന്തത്തിനും, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലെയുള്ള, പ്രളയം പോലെയുള്ള ഏതൊരു ദുരന്തത്തിനും ഇടയാക്കിയേക്കാവുന്ന ഒരു ജാഗ്രത അലേർട്ടാണ് ഈ റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. ഓറഞ്ച് അലേർട്ടും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. യെല്ലോ അലേർട്ട് ആകുമ്പോൾ അത്രയും പ്രശ്നമില്ല. ഗ്രീൻ അലേർട്ട് ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അലേർട്ടുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കൃത്യമായിട്ട് അലേർട്ടുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾ കടലിൽ പോകരുത്. പലപ്പോഴും കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കുന്ന സമയത്ത് കാണാറുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത്, പുറംകടലിൽ പോകരുത്, കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തീരദേശത്തുള്ളവർക്ക് മുന്നറിയിപ്പൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ ജീവിതമാർഗത്തിന്റെ പ്രശ്നമായതുകൊണ്ടായിരിക്കും അവർ ചോദിക്കും, ഞങ്ങൾക്ക് ആര് ചെലവിന് തരും കടലിൽ പോയില്ലെങ്കിൽ? അതൊരു ചോദ്യമാണ്, മറുപടിയില്ലാത്ത ചോദ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിനേക്കാളും, നമ്മുടെ ജീവിത മാർഗത്തിനേക്കാളും നമ്മുടെ ജീവന് വിലയുണ്ട് എന്നൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അത് പാലിക്കാൻ കൂടി ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളില്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളെ ആശ്രയിക്കുന്ന കുടുംബവും ഒരു നാട് മുഴുവനുമുണ്ട്. അതുകൊണ്ട് ജീവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഈ പെൺകുട്ടിയോട് ഒരു വിരോധവുമില്ല, ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്തുമല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, ഒരു വേദന ഉന്നയിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളെ കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന തിരിച്ചറിവോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക.